ടോയ്ലറ്റ് 10 റുപ്പീസ്. ഓ മലയാളിയാ? അതെ. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. ഇവിടെ എന്തേ? ഞാൻ ഇവിടെ ജോബ് ഹണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ജോലി അന്വേഷിച്ച് അത് വന്ന, പക്ഷെ ആ അഡ്രസ്സിൽ അത് കാണുന്നില്ല. കാണൂല. 2 കൊല്ലം മുമ്പ് ഇതേ കമ്പനിയിലേക്ക് ജോലി തിരിഞ്ഞ് വന്നവരാ ഞാൻ. മോനെ അത് ഉടായിപ്പാണ്. ഉടായിപ്പാണെന്ന് 2 കൊല്ലം മുമ്പ് ഉണ്ട കുടിക്കാനല്ലേ ഞാൻ. എത്ര പോയി? 5000 രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഏതുവരെ പഠിച്ച്? ഞാൻ ഡിഗ്രിയാ. ഏതാ ഡിഗ്രി? ഞാൻ കൊമേഴ്സിൽ. ഞാൻ PG അറിയോ? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല മുത്തേ. നമ്മളെ മലയാളിയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും കാര്യമില്ല. ഇങ്ങനെയുള്ള ഉടായ്പിലൊക്കെ ആദ്യം കുടുങ്ങുമ്പോഴാ. ഈ വേഗം നാട്ടിലേക്ക് വണ്ടി ഇറങ്ങാൻ നോക്ക്. ഇതുണ്ട് ഏട്ടാ, ഞാൻ ആ ജോലി കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ എവിടേക്ക് വന്ന് നീ തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാ. എന്താ ചെയ്യാ? അങ്ങനെയാണെങ്കിൽ എൻ്റെ മാതിരി ഒരു സ്വയം തൊഴിൽ കണ്ടെത്തിക്കോ. ഇതാണ് ഇപ്പം എൻ്റെ ബിസിനസ്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇത് ഉപയോഗിക്കാതെ കിടന്നൊരു ടോയ്ലറ്റാണ്. ഇവിടെ വെള്ളം സപ്ലൈ ചെയ്യലാണ് ഇപ്പം എൻ്റെ പണി. അത്യാവശ്യം മോശമില്ലാത്തൊരു പൈസ ഇട്ടു, നാട്ടിലേക്ക് അയച്ചു. വീട്ടുകാരെ വിചാരം എന്തോ വലിയ ബിസിനസ്സാണ്. അങ്ങനെ പോകുന്നു. എന്തായാലും ഞാനതൊന്ന് ടോയ്ലറ്റിൽ പോട്ടെ, നിങ്ങൾ വെള്ളം തരി. അയ്യോ, അതിന് മുമ്പേ അങ്ങനെ ടോയ്ലറ്റ് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല. ഒരു ട്രെയിനിങ് ഒക്കെ ഉണ്ട്. ആദ്യം ബാഗ് തോന്നിട്ട് ഈ ശ്വാസം നന്നായിട്ടിരിക്കും. എത്ര മിനിറ്റ് പിടിച്ചേക്കാൻ പറ്റും നോക്കട്ടെ. മൊബൈൽ എടുത്തോളൂ. അതിൽ ടോർച്ച് ഓണാക്കി. ടോർച്ച് ഒരു കയ്യിലെത്തി പിടിച്ചോ. എന്നിട്ട് കല്ലും കൂടെ നടക്കും. കല്ലും കൂടെ നടക്കും. തിരിച്ചോ. ഓക്കെ ശരി. 10 പഠിക്കും. അല്ലാട്ടാ, ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മുട്ടൽ അങ്ങോട്ട് പോയി. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ശരിയാ? താങ്ക് യു. 10 പോയി.